ഇന്നലെ ഒരച്ഛൻ സ്വന്തം മകളെ കഴുത്തി ഞെരിച്ചു കൊന്ന വാർത്തയും അതിന്റെ കമന്റ് ബോക്സും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ തോർത്തുപയോഗിച്ച് മകളുടെ കഴുത്തി ഞെരിച്ചു. അമ്മ മകളുടെ കൈ രണ്ടും പിടിച്ചു വെച്ച് അതിനു വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് വാർത്ത. കൊലപാതകത്തിന് കാരണം എന്താണ്? മകൾ രാത്രി വീട്ടിൽ നേരം വൈകി വരുന്നു, അതുപോലെ തന്നെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കണ്ട നാട്ടുകാർ അതും ഇതും പറയുന്നു. അത് കേട്ട് അച്ഛനും അമ്മയ്ക്കും അങ്ങ് സഹിച്ചില്ല. എന്നാ പിന്നെ മകളെ കൊന്നേക്കാമെന്ന് അങ്ങ് തീരുമാനിക്കുന്നു. ഭർത്താവിന് കട്ട സപ്പോർട്ടായിട്ട് ഭാര്യയും. രണ്ടുപേരും കൂടി 28 വയസ്സുകാരായിട്ടുള്ള മകളങ്ങ് കൊന്നു കളഞ്ഞു. ആലപ്പുഴയിൽ ഓമനപ്പോയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിയ സംഭവം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലെ. മകളെ കൊന്ന കുറ്റത്തിന് അപ്പനായിട്ടുള്ള ജോസ്മോനെയും അമ്മയായിട്ടുള്ള ജെസിയെയും ജെസിയുടെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മകളെ കൊന്ന ശേഷം ജെസി അവളുടെ സഹോദരനെ, അതായത് കൊല്ലപ്പെട്ട ഏഞ്ചലിന്റെ അമ്മാവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇയാൾക്ക് കൊലപാതകത്തിന് നേരിട്ട് പങ്കില്ലെങ്കിലും കൊലപാതക വാർത്ത ഒളിച്ചു വെച്ചതിനാണ് അറസ്റ്റ്. കൊല്ലപ്പെട്ട ഏഞ്ചൽ വിവാഹിതയാണ്. പക്ഷെ ഭർത്താവുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസം. ഏഞ്ചൽ മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയുടെ ഭാഗവും മറ്റും ഒക്കെ ആയിട്ട് രാത്രി സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവല്ലോ. പക്ഷെ ഇങ്ങനെ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള രാത്രി സഞ്ചാരമാണോ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് അറിയില്ല. എന്തായാലും രാത്രിയിലെ മകളുടെ ഇറങ്ങിപ്പോക്കും കയറി വരവും അതിനെ തുടർന്നുണ്ടായ വഴക്കും തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അപ്പൻ ജോസ്മോൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനെ ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത്? ഓക്കെ, വൈകി വന്നത് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കാനും കൊലപാതകം ചെയ്യാനും കാരണമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെന്നായിരുന്നു ജോസ്മോൻ മറുപടി പറഞ്ഞത് അല്ലെ. മകൾ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നു, ഉപദ്രവിക്കുന്നു, പ്രായമായി തന്നെ അച്ഛനെ വരെ അവൾ തല്ലി, അങ്ങനെ എല്ലാം കൊണ്ടും സഹിക്കെട്ട് ഒടുവിൽ ഗതികേട് കൊണ്ടാണ് കൊല്ലേണ്ടി വന്നത് എന്ന് ജോസ്മോൻ പറഞ്ഞതായി ചില വാർത്തകൾ കണ്ടിരുന്നു. പക്ഷെ പ്രായമായ അപ്പൂപ്പനെ തല്ലിയ കാര്യമൊന്നും ഈ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ജോസ്മോൻ പറഞ്ഞിട്ടില്ല. സോ ജോസ്മോൻ പറഞ്ഞ പോലെ തന്നെ രാത്രി മകൾ വീട്ടിൽ വൈകി എത്തിയത് തന്നെയാണ് കൊലപാതകത്തിന് പ്രചോദനമായതെന്ന് അനുമാനിക്കേണ്ടി വരും. വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന കുടുംബമാണ് ജോസ്മോന്റേതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊല്ലപ്പെട്ട ഏഞ്ചൽ വളരെ സ്മാർട്ടായിരുന്നു എന്നും ആളുകളോടൊക്കെ നന്നായി ഇടപഴകി തമാശയൊക്കെ പറഞ്ഞൊരു പെൺകുട്ടി ആയിരുന്നു എന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു വീഡിയോ കണ്ടോക്കാം. ഈ വീടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ? ഇല്ല ഇല്ല. ഈ ജോസ്മോനെ അറിയാവുന്നതാണോ? ഇല്ല, ഞങ്ങൾ കുറെ തെക്കുള്ളതാണ്. ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിയിട്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. പള്ളിയിലൊക്കെ വരുമ്പോ കാണാറുണ്ടോ? പള്ളി വരുമ്പോ കാണാറുണ്ട്. ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും ഫാമിലിയായിട്ട് ദിവസവും പള്ളി വന്നവരാ. അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആണോ? എല്ലാരും കൂടി വന്ന, എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും വന്നവരാ. ആണല്ലേ. ഇങ്ങനെ ഒരു വിവരം കേട്ടപ്പോൾ എന്ത് നിങ്ങൾ ആരെങ്കിലും? ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തന്നെ. ആണല്ലേ. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നൊരു ഇടമല്ല. ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇല്ലാത്തൊരു കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ഞങ്ങൾ ഇന്നുവരെ, ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ, നമ്മൾ ഇന്നുവരെ ഒന്നും കേട്ടില്ല. അവര് മക്കളും അപ്പനും അമ്മയും എല്ലാം ഒരു കൂട്ടുകാരെ പോലെ പോയ മരിയം ചെയ്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. അതാണ്, കളിച്ചും ചിരിച്ചും മാത്രമേ ഈ കുടുംബത്തെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആ വീട്ടിൽ നിന്നും വഴക്കിനൊരു ലക്ഷണം പോലും ആരും കണ്ടിട്ടില്ല. ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് പോലും ആരും കേട്ടിട്ടില്ല. ജോസ്മോൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് ആർക്കും വിശ്വസിക്കാനും കഴിയുന്നില്ല. സമൂഹത്തിൽ അത്രയും മാന്യമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസ്മോൻ. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഏഞ്ചൽ മരിച്ചു എന്ന വാർത്ത വന്നപ്പോഴും ആർക്കും യാതൊരു സംശയവും തോന്നിയിരുന്നില്ല. വാർഡ് മെമ്പർ വന്ന് പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയായിരുന്നു ഏഞ്ചലിന്റെ അമ്മാവൻ തിരിച്ചു ചോദിച്ചത്. അത് കേട്ടപ്പോൾ പോലും ആർക്കും സംശയം തോന്നിയിരുന്നില്ല. അത്രക്കുണ്ടായിരുന്നു ജോസ്മോനോടും കുടുംബത്തോടും ആളുകൾക്കുള്ള വിശ്വാസം. എന്തായാലും ഇവരുടെ വാർഡ് മെമ്പർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കേട്ടോ. അപ്പൊ ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടി കിടക്കുന്നത് നോക്കുമ്പോൾ കട്ടിലെ കിടക്കുകയാണ്. അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല. തലയിണയിൽ നിന്ന് തല ഒരല്പം ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ അസ്വാഭാവികത തോന്നിയില്ല. അത് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനോടല്ല, അവിടെ ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അമ്മാവനുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ, നമുക്ക് ആള് മരിച്ചുപോയി, ഇനി പിന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, അതിന് നിയമപരമായി നമ്മളിത് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് സംശയമൊന്നും തോന്നില്ല. തോന്നാതിരിക്കാൻ ഒരു കാര്യമുള്ളത്, പലപ്പോഴും പ്രായമായവരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മരിക്കുമല്ലോ. അപ്പോൾ ആശുപത്രിക്കാർ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയും. പക്ഷേ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് ധരിച്ചത്. എങ്കിലും ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മരണം നടന്നത് നിങ്ങൾ സ്ഥിരീകരിച്ചാൽ പോരല്ലോ, ആശുപത്രി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ സ്ഥിരീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു.
ഓക്കെ, അങ്ങനെ എന്തായാലും മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക പരിശോധന നടത്തിയപ്പോഴാണ് കഴുത്തിലെ ചെറിയ മുറിപ്പാടുകളും കഴുത്തി ഞെരിച്ചതിന്റെ അടയാളവും ഒക്കെ കാണുന്നത്. അപ്പോഴും ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് തോന്നിയിരുന്നില്ല. ഏഞ്ചൽ തൂങ്ങി മരിച്ചതായിരിക്കുമെന്നാണ് പോലീസിന് തോന്നിയത്. അപമാനം ഭയന്ന വീട്ടുകാർ മരണം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി കെട്ടയച്ച് മകളെ ബെഡിൽ കിടത്തി. ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാവുമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ അച്ഛനായിട്ടുള്ള ജോസ്മോനെ വിളിച്ച് ചോദ്യം ചെയ്തതോടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. എന്തായാലും വാർഡ് മെമ്പറുടെ ഇടപെടൽ നിർണായകമായി എന്ന് തന്നെ പറയാം അല്ലെ. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം തെളിഞ്ഞതെന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം പോലീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നീടുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളെല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ശവസംസ്കാരം ഒക്കെ കഴിഞ്ഞേനെ, കൊലപാതക വിവരം അറിയാതെ പോയേനെ. ഇതൊരു ദുരഭിമാന കൊല തന്നെയാണ്. മകൾ സ്ഥിരമായി രാത്രി വീട്ടിൽ വൈകി വരുന്നു. അത് കണ്ട് നാട്ടുകാർ അതും ഇതും പറയുന്നു. വീട്ടുകാരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നു. അച്ഛൻ മകളെ ചോദ്യം ചെയ്യുന്നു. അത് വഴക്കായി മാറുന്നു. ഒടുവിൽ അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. അതെ, കിട്ടിയ വിവരം വെച്ച് ഇതൊരു ദുരഭിമാന കൊല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തെ യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാർത്തയുടെ കമന്റ് ബോക്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭൂരിഭാഗം കമന്റുകളും കൊലപാതകയായിട്ടുള്ള അച്ഛനെ ന്യായീകരിച്ചുകൊണ്ടുള്ളതാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. ഏഞ്ചൽ കൊല്ലപ്പെടേണ്ടവൾ തന്നെയാണ് എന്നുള്ളതാണ് പൊതുജനം വിധി എഴുതിയിരിക്കുന്നത്. മകളെ കയറ്റി ഞെരിച്ചു കൊന്ന അപ്പനെ പൂമാലയും പൂച്ചെണ്ടും നൽകി സ്വീകരിക്കാനാണ് ഒരു കൂട്ടം ആളുകളുടെ തീരുമാനം. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. വളർത്തി വലുതാക്കിയ മകൾ പിഴിച്ചു പോകുന്നെന്ന് കണ്ട് കുറെ നേരെയാക്കാൻ ശ്രമിച്ചു കാണും. വീണ്ടും വീണ്ടും തെറ്റിലേക്ക് മാത്രം പോകുന്നവരെ പിന്നെ എന്തിനു വെച്ചോണ്ടിരിക്കണം, കൊന്നേക്കണം, അല്ലാതെ കൂട്ടിക്കൊടുക്കുകയല്ല വേണ്ടത്. നിയമം പെണ്ണുങ്ങളുടെ നടയിലാണെന്ന് അറിയാം. പക്ഷെ മനസാക്ഷിയുടെ കോടതിയിൽ അച്ഛന് നീതിയുണ്ട്. അച്ഛന്റെ കൂടെ ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന മകൾ രാത്രി താമസിച്ചു വരിക, രാത്രി ഇറങ്ങി പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു അച്ഛന് വേദന ഉണ്ടാകും. മകൾ അച്ഛന് ചെലവിൽ അച്ഛന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛന് പറഞ്ഞ പോലെ കേൾക്കുന്നില്ല. പാതിരാത്രിക്കൊക്കെ ഒരു പെണ്ണ് കയറി വന്നാൽ ഏത് മാതാപിതാക്കൾക്കാണ് സഹിക്കുക? ഇങ്ങനെയുള്ളവളൊക്കെ ചാകുന്നതാണ് നല്ലത്. വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും പറഞ്ഞാൽ അനുസരിക്കുന്ന മകളാകണം. കുടുംബം നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ച് ആരാണെങ്കിലും ന്യായീകരിക്കരുത്. വീട്ടിൽ വഴക്കും ഉപദ്രവം, രാത്രി അയിഞ്ഞാടി നടത്തത്തെയും ഇങ്ങനെയുള്ളവളൊക്കെ കൊന്നു കളയണം. സൈകെട്ട് കാണും ആ വീട്ടുകാർ. അവളെ കൊണ്ട് ന്യായീകരിക്കാൻ ആളുണ്ടാവും. അനുഭവമുള്ളവർക്ക് മനസ്സിലാകും എന്ന് ന്യായത്തിനും നീതിക്കുമൊപ്പം. അപ്പനെയും അമ്മയും ഓടിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്നുകിൽ കൈയും കാലും അടിച്ചൊടിച്ച് ഇടണം, ഇല്ലെങ്കിൽ കൊന്നു കളയണം. ചോര നിരക്കി വളർത്തി പഠിപ്പിച്ചു, എന്നിട്ട് അപ്പനും അമ്മയും കിട്ടുന്നത് അവരുടെ വായിൽ നിന്നും വരുന്ന തെറിയും ശകാരവും എന്തിനു സഹിക്കണം? കണ്ടല്ലേ, ഇങ്ങനെയുള്ളവളൊക്കെ കൊല്ലണം, കൊന്നു കുഴിച്ചു മൂടണം. എന്താലേ, അച്ഛനും അമ്മയും പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന സകലത്തിനെയും കൊന്നു കളയണമെന്നാണ് കമന്റ് മുതലാളിമാർ ആക്രോശിക്കുന്നത്. ഇങ്ങനെ കമന്റ് ഇടുന്നവരും പൊട്ടൻഷ്യൽ കില്ലേഴ്സ് ആണെന്ന് പറയേണ്ടി വരും. ഇങ്ങനൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നാൽ അവരും കൊലപാതകം ചെയ്യും, അത് ഉറപ്പാണ്. കൊന്നു കളയാൻ മാത്രം ഇവിടെ ഏഞ്ചൽ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഈ കമന്റ് ഇട്ടവന്മാർ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിരുന്നു. ഏഞ്ചലിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെ നേരം വൈകി വന്നതെങ്കിൽ അവൻ അച്ഛനും അമ്മയും ചേർന്ന് കൊല്ലുമായിരുന്നു. അമ്മ ചോറും വിളമ്പി വെച്ച് പാതിരാത്രി വരെ മകൻ വരുന്നതും കാത്തിരിക്കുമായിരുന്നു. 28 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണാണ് ഏഞ്ചൽ. അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ നിയമം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവളുടെ ജീവിത രീതി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വഴക്ക് പറയാം, കാരണം നിങ്ങളുടെ മകളാണ്. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാം, കാരണം നിങ്ങളുടെ വീടാണ്. അവൾക്ക് ജോലി ഉണ്ടല്ലോ, വല്ല ഹോസ്റ്റലിലും താമസിച്ച് ജീവിച്ചോളൂ. അപ്പൊ മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ മകൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന കാരണത്തിന് അവളുടെ കൈത്തി ഞെരിച്ചു കൊല്ലാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? ആളുകൾക്ക് എങ്ങനെയാണ് ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണ് രാത്രി വൈകി വീട്ടിൽ വരുമ്പോഴേക്കും അത് അവിഹിതവും അയഞ്ഞാടലും ആകുന്നത് എങ്ങനെയാണ്? മകൾ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ വഴക്കുണ്ടാക്കിയപ്പോൾ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി അവൾ പുറത്തു പോയതാണെങ്കിലോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ രാത്രിയോ പകലോ ഒന്നും നോക്കാതെ നമ്മൾ ഇറങ്ങി പോകാറില്ലേ? ഇങ്ങനെ സ്ഥിരം വഴക്കുണ്ടാവുകയും മകൾ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. നാട്ടുകാർ ശ്രദ്ധിക്കുന്നു, വേറെ കഥകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ദിവസം മകൾ ഇറങ്ങി പോകാൻ നിന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി പിടിച്ചു വെക്കുന്നു. അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിലോ? കാര്യങ്ങൾ മുഴുവനായിട്ടും വ്യക്തമായി മറിഞ്ഞതിന് മുമ്പ് തന്നെ പെൺകുട്ടി ഒരു പോക്ക് കേസാണെന്ന് എല്ലാവരും അങ്ങ് ഉറപ്പിച്ചു. എന്നിട്ട് ഇരുന്നങ്ങ് കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ഓരോരോ വിഡ്ഢികളും. എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.